ഓം സദ്ഗുരുഭ്യോ നമ. നമുക്ക് ലളിതാ സഹസ്രനാമത്തിൻ്റെ 5, 6 ഈ ശ്ലോകങ്ങളുടെ അർത്ഥം ഒന്ന് നോക്കാം. അത് ഇങ്ങനെയാണ് വരുന്നത്. അഷ്ടമീ ചന്ദ്രവിഭ്രാജത് അളികസ്ഥലശോഭിത മുഖചന്ദ്രകളങ്കാഭ മൃഗനാഭിവിശേഷകാം വദനസ്മരമാംഗല്യ ഗൃഹതോരണ ചില്ലിക വക്രലക്ഷ്മീ പരീവാഹ ചലന്മീനാഭലോചനാം. ഇതിൽ 4 നാമങ്ങൾ വരുന്നുണ്ട്. അഷ്ടമീചന്ദ്ര വിഭ്രാജത് അളികസ്ഥല ശോഭിത മുഖചന്ദ്ര കളങ്കാഭ മൃഗനാഭിവിശേഷക വദനസ്മരമാംഗല്യ ഗൃഹതോരണ ചില്ലിക വക്രലക്ഷ്മി പരീവാഹ ചലന്മീനാഭലോചന. ഇങ്ങനെ 4 നാമങ്ങൾ. ഓരോന്നിൻ്റെയും അർത്ഥം നോക്കാം. ഒന്നാമത്തേത് അഷ്ടമീചന്ദ്ര വിഭ്രാജത് അളികസ്ഥല ശോഭിത എന്നുള്ളതാണ്. അഷ്ടമിയിലെ ചന്ദ്രൻ്റെ പോലെ. അപ്പം കഴിഞ്ഞ നാമങ്ങളിൽ നമ്മൾ ദേവിയുടെ മുടിയാണ് നോക്കിയത്. ഇനി കുറച്ച് താഴേക്ക് വന്ന നെറ്റിയല്ലേ കാണുന്നത്. അപ്പം നെറ്റിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അഷ്ടമിയിലെ ചന്ദ്രൻ്റെ പോലെ. അഷ്ടമിയിലെ ചന്ദ്രൻ്റെ പ്രത്യേകത അത് പൂർണ്ണചന്ദ്രനാകില്ല, അർദ്ധചന്ദ്രാകാരമായിരിക്കും. അപ്പം ദേവിയുടെ നെറ്റിത്തടം അർദ്ധചന്ദ്രനെ പോലെ ശോഭിക്കുന്നതാണ്. എത്ര മനോഹരമായ കാവ്യഭാവനയെ നോക്കൂ. അഷ്ടമി ചന്ദ്ര വിഭ്രാജത് അളികസ്ഥലം, വിരാജിക്കുന്ന അളികസ്ഥലം എന്ന് പറഞ്ഞാൽ നെറ്റിയാണ്. അളികസ്ഥലം ശോഭിത, ശോഭിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അഷ്ടമി ചന്ദ്ര വിഭ്രാജത് അളികസ്ഥല ശോഭിത. ഇനി അടുത്ത നാമം മുഖചന്ദ്ര കളങ്കാഭ മൃഗനാഭിവിശേഷക. അപ്പം ഈ മുഖചന്ദ്രന് കളങ്കം വരുത്തുന്ന രീതിയിൽ നമ്മൾ ചന്ദ്രനെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു കളങ്കം, ഒരു ചെറിയ പാടതിൽ കാണാറില്ലേ, മുയലിൻ്റെയൊക്കെ ആകൃതിയിൽ. അപ്പോൾ ചന്ദ്രൻ്റെ കളങ്കമുണ്ട്, അത് ചന്ദ്രൻ്റെ ഭംഗിയെ ബാധിക്കുന്നതായി നമുക്ക് ചിലപ്പോൾ തോന്നാറില്ലേ. പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ ദേവിയുടെ മുഖചന്ദ്രന് കളങ്കം വരുന്നത് പോലെ മൃഗനാഭി വിശേഷക. മൃഗനാഭി എന്ന് പറഞ്ഞാൽ കസ്തൂരിയാണ്, വിശേഷക എന്ന് പറഞ്ഞാൽ പൊട്ടാണ്. അപ്പോൾ ദേവിയുടെ ഈ വദനത്തിൻ്റെ ആ വദനചന്ദ്രന് കളങ്കം വരുത്തുന്ന രീതിയിൽ ഒരു കസ്തൂരി തിലകം ദേവിക്കുണ്ട് എന്നുള്ളതാണ്. അപ്പം മുടിയായി, നെറ്റിയായി, നെറ്റിയിലുള്ള പൊട്ടിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി മൃഗനാഭി വിശേഷക വദനസ്മര മാംഗല്യ ഗൃഹതോരണ ചില്ലിക. പുരികങ്ങൾ പറയണ്ടേ, അതിനെക്കുറിച്ചാണ് അടുത്ത് പറയുന്നത്. വദനസ്മര മാംഗല്യം. അപ്പം ഈ വദനം സ്മര മാംഗല്യ ഗൃഹമാണെന്നുള്ളതാണ്. വദനസ്മര മാംഗല്യ ഗൃഹതോരണ ചില്ലിക. സ്മരൻ എന്ന് പറഞ്ഞാൽ കാമദേവൻ, കാമദേവന്റെ ഗൃഹമാണ് ദേവിയുടെ വദനം എന്നുള്ളതാണ്. ആ വദനത്തിൽ തോരണങ്ങളെ പോലെയാണ് ചില്ലികങ്ങളുള്ളത്. ചില്ലിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പുരികക്കൊടിയാണ്. എന്ത് മനോഹരമായിട്ടാണ് ദേവിയുടെ പുരികക്കൊടി പറഞ്ഞിരിക്കുന്നു നോക്കൂ അല്ലെ, എത്ര ഭംഗിയാ. ആ ദേവിയുടെ ആ വദനസ്മരം, അതായത് സ്മരമാംഗല്യ ഗൃഹം എന്ന് പറഞ്ഞാൽ കാമദേവന്റെ ഗൃഹമാണ്. അതിൽ തോരണം തൂക്കിയ പോലെയാണ് ദേവിയുടെ പുരികക്കൊടികൾ എന്നുള്ളതാണ് അത്ര ഭംഗിയായിട്ട് വരച്ചു വെച്ചിരിക്കുന്നത്, വർണ്ണിച്ചു വെച്ചിരിക്കുന്നത്. ഇനി ഒരു നാമം കൂടിയുണ്ട്, അതിങ്ങനെയാണ് വക്രലക്ഷ്മി പരീവാഹ ചലന്മീനാഭലോചന എന്ന് പറയുമ്പം വക്രലക്ഷ്മി എന്ന് വെച്ചാൽ ഈ മുഖത്തിൻ്റെ കാന്തി. വക്രം എന്ന് പറഞ്ഞാൽ മുഖമാണ്. അപ്പം വക്രലക്ഷ്മി പരീവാഹ ചലന്മീനാഭലോചന, ചലിക്കുന്ന മീനുകളെ പോലെ തോന്നുന്ന, പരീവാഹം പ്രവഹിക്കുന്ന. അപ്പം ഈ പ്രവഹിക്കുന്ന ഈ കാന്തിയിൽ കണ്ണുകളെ കുറിച്ചാണ് പറയുന്നത്. അത് ചലന്മീനാഭലോചന, ചലിക്കുന്ന മീനുകളുടെ ശോഭയോടുകൂടിയ ലോചനങ്ങൾ. അതായത് എത്ര ഭംഗിയെ നോക്കൂ. ഈ മുഖത്ത് ദേവിയുടെ കണ്ണുകളെ മീനുകളോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്, ചലിക്കുന്ന മീനുകൾ. അപ്പം എപ്പോഴും അത് സാധകനിൽ, ഉപാസന ചെയ്യുന്ന ആളിൽ എപ്പോഴും ദേവിയുടെ കടാക്ഷം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ അർത്ഥത്തിൽ നിന്ന്, ആ ഒരു ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പം ദേവിയുടെ മുഖത്തിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മുഖത്തിന് ഇനി ഒരുപാട് ഭാഗങ്ങൾ വരുന്നുണ്ട്. ചുണ്ടും പല്ലും താടിയും ഒക്കെ ഇനി വർണ്ണിക്കുന്നുണ്ട്, മൂക്കും കവിളും ഒക്കെ വർണ്ണിക്കാനുണ്ട്. അപ്പം ഈ 2 നാമങ്ങളിൽ ദേവിയുടെ നെറ്റിത്തടങ്ങളെക്കുറിച്ചും അതുപോലെ പുരികം, ഇനി കണ്ണ്, അതിനെക്കുറിച്ചൊക്കെയാണ് വിശേഷിച്ചും പറഞ്ഞിട്ടുള്ളത്.